ഹായ് ഫ്രണ്ട്സ്, ആരോമ ഫുഡ് റെസിപ്പീസ് ചാനലിലേക്ക് സ്വാഗതം. മലബാർ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ് ഇന്നത്തെ റെസിപ്പി. 3/4 കിലോ ചിക്കൻ എടുക്കുക. ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 സ്പൂണ് മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ചേർത്ത് നല്ലപോലെ കുഴച്ച് ഒരു അരമണിക്കൂർ മാറ്റി. 4 സവാള എടുക്കുക, നൈസായിട്ട് അരിഞ്ഞു വയ്ക്കുക. രണ്ട് ചെറിയ തക്കാളി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കുക. രണ്ട് പച്ചമുളക് എടുത്ത് മുറിച്ച് വയ്ക്കുന്നു. പിന്നെ ഏലക്ക, കുറച്ച് ഗ്രാമ്പു, കുറച്ച് കുരുമുളക്, ജീരകം, പെരുംജീരകം നല്ലപോലെ വറുത്തിട്ട് അരയ്ക്കാൻ വേണ്ടി ചേർക്കുന്നു. അതിൻ്റെ കൂടെ മല്ലിയില, പുതിനയില, ഒരു പിടി മല്ലിയില, ഒരു പിടി പുതിനയില, ഒരു പീസ് ഇഞ്ചി, 2 അരിഞ്ഞ പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി എല്ലാം കൂടി നൈസായിട്ട് അരയ്ക്കുക. സ്റ്റൗ കത്തിക്കുക, ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. 250 മില്ലി ഓയിൽ ചേർക്കുന്നു. അത് നല്ലപോലെ ചൂടായ ശേഷം നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്ത് കോരുന്നു. മുറിച്ച് വെച്ച പകുതി സവാള, ഒരു അര സ്പൂണ് പഞ്ചസാര മുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിനകത്ത് ചേർക്കുന്നു. നല്ല ചുമന്ന നിറം വരുമ്പോൾ ചുമക്കുന്നവരെ വറുക്കുക. എന്നിട്ട് ചുമന്ന ഉടനെ കരിയുന്നതിന് മുന്നേ വറുത്ത് കോരുക. ആ ബാക്കി വന്ന എണ്ണയിൽ നമ്മൾ മാറ്റി മസാല പിടിക്കാൻ വേണ്ടി വെച്ചിരുന്ന ചിക്കൻ എടുത്ത് വെച്ച് കൊടുക്കുക. ചിക്കൻ വറുത്ത് കോരിയിട്ട് പകുതി ഓയിലെടുത്ത് മാറ്റണം. അത്ര ഓയിൽ നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ടാണ്. പിന്നെ സവാള മാറ്റി വെച്ചിരുന്ന സവാള എടുത്ത് മൂപ്പിക്കുക. പട്ട ഒരു പീസ് അതിനകത്ത് ഇട്ട് കൊടുത്തു. ഉള്ളി ചുമന്നുടനെ തക്കാളിയും ഒരു പച്ചമുളകും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റുക. കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കുക. അതും നല്ലപോലെ വഴന്ന് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ച മസാല സാധനം ചേർക്കുന്നു. കുറച്ച് നെയ്യ് ഒഴിച്ചുകൊണ്ട് കൊടുക്കുക. അരച്ചു വെച്ച മസാല ചേർത്തു.
നല്ലപോലെ വഴറ്റി കൊടുക്കുക. സ്റ്റൗ ഒന്ന് കുറച്ച് വയ്ക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് നല്ലപോലെ വഴറ്റുന്നു. നല്ലപോലെ മൂക്കുന്നവരെ വഴറ്റുന്നു. ഈ മസാലയ്ക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നു. നല്ലപോലെ ചുമന്ന് വരുന്ന സമയത്ത് ഉള്ളി, നമ്മൾ വറുത്ത് വെച്ച ഉള്ളിയിൽ കുറച്ചെടുത്ത് പൊടിച്ചതിൽ ആ മസാലകളോട് ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. വറുത്ത് വെച്ച ചിക്കൻ എടുത്ത് ആ മസാലയിൽ ചേർത്ത് ഒന്നും കൂടി നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഇളക്കിയിട്ട് അടച്ചു വെച്ച് ഒന്ന് വേവിക്കുക. ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതി. അടച്ചു വെച്ച് 10 മിനിറ്റ് വേവിക്കുക. നമ്മൾ 4 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഒരു 1/2 കിലോ ഉണ്ടാവും. കഴുകി വെള്ളം തിളപ്പിക്കുക. ഒരു പച്ചമുളക് മുറിച്ചിടുന്നതിൽ ഒരു 4 ഗ്രാമ്പു, ഒരു 2 ഏലക്ക, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഈ അരിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കഴുകി വച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കും. നല്ലപോലെ തിളച്ചിരിക്കുന്ന ഒരു പകുതി വേവാകുമ്പോൾ അരി ഊറ്റിയെടുത്തിട്ട് അരി പകുതി വെന്തുടന്ന് ഊറ്റിയെടുത്തിട്ട് വേവിച്ച് വെച്ച ചിക്കനിലേക്ക് അരി ഇട്ട് കൊടുത്ത് നിരപ്പാക്കി കൊടുക്കുന്നു. അര സ്പൂണ് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇപ്പോഴല്ല ചേർക്കേണ്ടത്, നമ്മൾ ചിക്കൻ വേവിച്ച് കൊണ്ടിരിക്കുന്ന സമയത്താണ് തൈര് ചേർക്കേണ്ടത്. ഞാൻ മറന്നു പോയതാണ്, അതാണ് ഇപ്പം ഞാൻ ചേർത്തത്. പിന്നെ ഉള്ളി വറുത്ത് വെച്ച മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ നമ്മൾ അതിന് പുറത്ത് ഇട്ട് കൊടുക്കുന്നു. പിന്നെ മുറിച്ച് വെച്ച പുതിന ഇല, മല്ലിയില ഇട്ട് ദമ്മ് വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടച്ചു കൊടുക്കുന്നു. കുറച്ച് നെയ്യ് കൂടി ചേർത്ത് സ്റ്റൗ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ദോശക്കല്ല് നല്ലപോലെ ചൂടാക്കുക. എന്നിട്ട് സ്റ്റൗ കുറച്ച് വെച്ചിട്ട് നമ്മുടെ പാത്രം എടുത്ത് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഒരു വെയിറ്റ് കൂടി വയ്ക്കുക ദമ്മാക്കാൻ വേണ്ടി. ഒരു 1/2 മണിക്കൂർ അങ്ങനെ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ മലബാർ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി റെഡിയായിട്ടുണ്ട്. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.